ഇതെന്തോന്നടേ ഇത്? ഓട്ടോറിക്ഷയാ? ക്യാൻറ്റൺ ഫെയർ ന്യൂ കളക്ഷൻ. ഇത് നോക്കി. ഇതുപോലത്തെ ഒരു വണ്ടിയിൽ നമ്മൾ പണ്ട് ചെങ്ഡൂല് പോയപ്പോഴത്തേക്കിന് ഒരു അമ്മച്ചിയുടെ കയറി പോയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇത് ശരിക്കും 3 വീലറാണ് കണ്ടോ. ശരിക്കും ലിറ്ററലി ചൈനയിലെ ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത് കണ്ടോ. 3 വീലർ വണ്ടിയാണ്. ഇതിനകത്ത് മുമ്പില് ഡ്രൈവർക്ക് ഇരിക്കാം, പുറകില് 3-6 ചൈനക്കാർക്ക് ഇരിക്കാൻ പാകത്തിനാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ. മുമ്പിലും വേണം 2 പേർക്ക് ഇരിക്കാം. മോനെ ചൈനയിലെ ഓട്ടോറിക്ഷ അടിപൊളി. ഈ ഓട്ടോയുടെ വില എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ് ഈ ഓട്ടോയുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഓട്ടോയ്ക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇതൊരു സോളാർ ഓട്ടോറിക്ഷയാണ്. അതായത് നമുക്ക് ചാർജ് ചെയ്യാൻ കുത്തിയിടണ്ട. ഫുൾ ചാർജിന് ഏകദേശം 80 കിലോമീറ്റർ 100 കിലോമീറ്റർ ഒക്കെ ഓടും. പക്ഷേ ഇതിന്റെ സോളാർ പാനൽ ഇതിന്റെ മുകളിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ ചാർജ് ചെയ്യാതെ തന്നെ വെയിലുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പൊളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ, ഒരു സോളാർ ഓട്ടോറിക്ഷ, അത് ഭയങ്കര കൺസെപ്റ്റാണ്. ആലോചിച്ച് ഇതുപോലെയുള്ള ഓട്ടോറിക്ഷകളൊക്കെ നമ്മുടെ ബജാജൊക്കെ ഇറക്കുകയാണെങ്കിൽ അത് നാട്ടിലൊക്കെ വമ്പ ഹിറ്റായിരിക്കും. ആളുകൾക്ക് സോളാർ എനർജി ഉപയോഗിച്ച് ഇത് ചാർജ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടിയാണ്. നോക്കി, ഇപ്പൊ ഇതിനകത്ത് ഈ സീറ്റ് ഇങ്ങനെ നമുക്ക് ഇത്തരത്തിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പേർക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ അകത്ത് കുറച്ച് പേർക്ക് ഇരിക്കാം. ഞാൻ ഇതിനകത്തൊന്ന് കയറി ഇരിക്കട്ടെ. എൻ്റെ ഒരു 3 വീലറാണ്. നോക്കി, ആ 3 വീലറിൽ പോലും ഫ്രണ്ടില് അവിടെ ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി പോലെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സംഭവം. എന്ത് കിടിലൻ സംഭവം നോക്ക്. ഇതുപോലെയുള്ള ഓരോരോ ഇൻവെൻഷൻസ്, സോളാർ എനർജി ഉപയോഗിച്ച് ഓടുന്ന ഓട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് വേറെ ലെവൽ. നാളെ ഇനി കാറും ബസ്സൊക്കെ ഇറങ്ങുമായിരിക്കും അല്ലെ, ഫുൾ സോളാർ എനർജി ഉപയോഗിച്ച് ചാർജ് ആവുന്ന കാര്യത്തില് അടിപൊളി. ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ കൊഴിഞ്ഞ് ഇതിനകത്തിരുന്ന് ഇങ്ങനെ ഓടിക്കാം കണ്ടോ. സെറ്റപ്പാണ്. ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് ഇതുപോലത്തെ റിവേഴ്സ് ഗിയർ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഓട്ടോറിക്ഷയിലുള്ള പോലെ തന്നെയുള്ള റിവേഴ്സ് ഗിയർ. മോനെ, നമ്മുടെ ബജാജിന്റെ ഡിസൈൻ കോപ്പി അടിച്ച് ഓട്ടോറിക്ഷ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ടുക് ഇൻഷുൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ടുക്. ദൈവമേ, ഇത് കറക്റ്റ് നമ്മുടെ ബജാജിന്റെ അതേപോലെ തന്നെ ആപ്പയുടെ ഒക്കെ ഡിസൈൻ, അതേ സംഭവം അല്ലേ. ഓഹോ, അതേ സാധനം, അതേ സംഭവം. ബാറ്ററിയാണ്, ഇത് ഇലക്ട്രിക് ആണ്, ഫുള്ളി ഇലക്ട്രിക് ടുക് ആണ് ഈ കാണുന്നത്. മോനെ, ഇതെന്തോന്നടേ ഇത്? എല്ലാം ഇത് തന്നെ. ഞാനിതിന്റെ പ്രൈസ് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ അനുസരിച്ചിട്ട് കിട്ടിയ പ്രൈസ് എന്ന് പറയുന്നത് 1,60,000 രൂപയാണ് ബാറ്ററി ഉള്ള വണ്ടിക്ക് പ്രൈസ്. അത് നമ്മുടെ നാട്ടിൽ ബജാജും ഏകദേശം അതോ അതിന് കുറവോ റേറ്റിലൊക്കെയാണ് വിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ വില ഇച്ചിരി കൂടുതലല്ലേ എന്നൊരു സംശയം. ഇത് ഒരു ഫുഡ് ട്രക്ക് വണ്ടിയാണ്. ഇത് എഞ്ചിനും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഈ പറഞ്ഞ പോലെ ടോ ചെയ്തുകൊണ്ട് പോയി ഓരോ സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ട്രക്ക് വണ്ടി. ഇത് കണ്ടോ, ഒരു കിടിലം ബൈക്കിന്റെ ടയർ നോക്കിയേ, എൻ്റെ അമ്മേ, അടിപൊളി. ഒരു ബൈക്കിന്റെ ഒരു ഷേപ്പിൽ ഒരാൾക്ക് ഇരുന്ന് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പിക്കപ്പാണ്. അതായത് നമ്മളെ നാട്ടിലെ ഈ പിക്കപ്പ് ഓട്ടോറിക്ഷകളില്ലേ, പെട്ടി ഓട്ടോറിക്ഷകളില്ലേ, അതേപോലത്തെ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പിക്കപ്പാണ് ഈ കാണുന്നത്. ഇതും അതേപോലെ തന്നെ ഒരു 3 വീലർ ഡിസൈൻ ആണ്. പക്ഷെ ബാക്കിൽ 4 വീലുണ്ട്, മൊത്തം 5 വീലുണ്ട്. 5 വീൽ ഡിസൈനിലുള്ള ഒരു ഫ്രണ്ട് നോക്കി കഴിയുമ്പോഴത്തേക്കിനും ഒരു ഓട്ടോറിക്ഷ പോലെയൊക്കെ തോന്നും. കണ്ടില്ലേ, ഫ്രണ്ടിൽ ഒറ്റ വീലേ ഉള്ളൂ, ഓട്ടോറിക്ഷ പോലെയൊക്കെ തോന്നും. ചോങ്ചിങ് ഏതോ ഒരു വെഹിക്കിൾ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടാക്കുന്നൊരു വണ്ടിയാണ്. ചോങ്ചിങ്ങിലെ കമ്പനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതും ബേസിക്കലി അകത്ത് ബൈക്ക് പോലെ തന്നെയാണ് സംഭവം. നോക്കിയേ, ബൈക്ക് പോലെ തന്നെ, ബൈക്കിന്റെ സെയിം എഞ്ചിനാണോ, ബൈക്കിന്റെ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് റിവേഴ്സ് ഗിയറും പിന്നെ അത് പൊക്കുന്നതിനും താക്കുന്നതിനും വേണ്ടിയുള്ള കൺട്രോളാണ്. സെയിം ബൈക്ക് ഓടിക്കുന്ന പോലെ തന്നെയുള്ള ഇത്തരത്തിലുള്ള ഒരു ഹൈഡ്രോളിക് ഒരു ടിപ്പർ ലോറിയൊക്കെ പോലത്തെ ഒരു വണ്ടിയാണ്. എന്തോ സംഭവമാണ്, എന്തൊക്കെ ഡിസൈനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലോഡ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഇത് ഭയങ്കര കണ്ടുപിടുത്തമാണല്ലോ. 5 വീലർ, ഇത് 5 വീലുള്ള പിക്കപ്പ് ട്രക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ബൈക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഓട്ടോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിന് 3നും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു സങ്കരയിനം ഐറ്റമാണ് ഈ കാണുന്നത്. ഇവിടെ കുറെ രസകരമായിട്ടുള്ള ഇതുപോലത്തെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ബൈക്ക് പോലത്തെ മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കുന്ന 3 വീലേഴ്സ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒരു ചെറിയ ഗുഡ്സ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഈ സ്ട്രീറ്റ് കച്ചവടം, സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നടത്തുന്നതിനൊക്കെ വേണ്ടിയുള്ള സംഭവങ്ങളാണ്. ഇത് ചൈനക്കാരുടെ CNG ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത്. CNG ഓട്ടോറിക്ഷ, നല്ല മഞ്ഞ കളറിൽ ഉള്ള നമ്മുടെ ആപ്പയൊക്കെ പോലത്തെ വണ്ടി. ഇത് നമ്മുടെ ബജാജിൻ്റെയൊക്കെ ഡിസൈൻ പോലെയുള്ള മറ്റൊരു ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത്, റെഡ് കളറിൽ. ഇതിനകത്ത് ഇവിടെ മുമ്പിൽ 2 പേർക്ക് ഇരിക്കാം, പിന്നെ ഓട്ടോ ഡ്രൈവറിന്റെ ആ ഒരു കൺട്രോള്, ബാക്കിയുള്ള സംഭവങ്ങൾ. പിന്നെ ഇവിടെ ബാക്കിൽ 3 പേർക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ 3 പേർക്ക് ഇരിക്കാം. ഇതെല്ലാം CNG സംഭവമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതും അതുപോലത്തെ സംഭവമാണ്. ഇൻബിൽട്ട് ഫാനൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ വണ്ടികൾ ഓട്ടോ മറ്റൊക്കെ വരുന്നത്. CNG വണ്ടി, CNG ഓട്ടോറിക്ഷ. ഇതിന്റെ ബാക്കൊക്കെ നോക്കി
അടിപൊളിയേ. ഓട്ടോറിക്ഷകൾ കുറേ ഇറക്കുന്നുണ്ടല്ലോ ഇവർ. ഇതൊക്കെ ഓരോ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. കാരണം ചൈനയിൽ ഇത്തരത്തിലുള്ള ഓട്ടോറിക്ഷകളൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇതുവരെ. ഇത് നമ്മുടെ നാട്ടിലെ കുഞ്ഞി പെട്ടി ഓട്ടോകൾ കണ്ടിട്ടില്ലേ നമ്മൾ, പെട്ടി ഓട്ടോറിക്ഷ, അതേപോലെ ഒരു പെട്ടി ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത്. ഇതിന് മാക്സിമം സ്പീഡ് 60 km/h ആണ്. ഇതും ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഓടാൻ പറ്റിയ ബാറ്ററിയുള്ള ഒരു ഗുഡ്സ് ഓട്ടോ. വാവ്, അത് വിളിച്ച് നല്ല ക്യൂട്ട് ഓട്ടോറിക്ഷ അല്ലേ. എന്ത് നല്ല ഡിസൈനിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ നോക്കിയാൽ കാറിന്റെ സ്റ്റിയറിംഗ് പോലത്തെ സ്റ്റിയറിംഗ്. അതിന്റെ ഇന്റീരിയർ ഒക്കെ പൊളി. മുമ്പിൽ 2 പേർക്ക് ഇരിക്കാം, 2 പേർക്ക് ഇരുന്ന് പോകാവുന്ന ഒരു, വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ ചെറിയ പ്രോഡക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വണ്ടി. അതിന്റെ ഗിയർ ആണ് ഈ കാണുന്നത്. റിവേഴ്സ് ആൻഡ് ന്യൂട്രൽ ഡ്രൈവ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒക്കെയാണ്. പൊളിച്ച്. ഇതാണ് വേറെ ലെവല്. ഇതിന്റെ പേരെന്താണെന്നറിയോ? വാരിയർ ഉണ്ടല്ലേ, വാരിയർ എന്നാണ് ഈ വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മിലിറ്ററി ട്രക്കൊക്കെ പോലെ തോന്നും. പക്ഷേ ഇത് എന്ത് പർപ്പസിനുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 cc 4x4 എന്നാണ് എഴുതിയിരിക്കുന്നത്. $8000 ഇതിൻ്റെ പ്രൈസ് ഒന്ന് എഴുതിയിട്ടുണ്ട്. $8000 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 8-8-64, ഏകദേശം 6.5 ലക്ഷം 7 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ആ വണ്ടിക്ക് പോലും കണ്ടില്ലേ, എനിക്ക് വലിയ ഡിസ്പ്ലേ ഒക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല സ്റ്റിയറിംഗ് വീലും പിന്നെ ആ ഗിയർ ലിവറൊക്കെയാണ് ആ കാണുന്നത്. അത് വിളിച്ചു. ഇത് മറ്റേ LPG ടാങ്കർ ഇല്ലേ, നമ്മുടെ LPG അതേപോലെ തന്നെ ഇന്ധനമൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ടാങ്കറിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മറ്റേ സാധനമില്ല. മറ്റേ നമ്മൾ ആദ്യം കണ്ട പോലെ ആ ട്രക്കിൻ്റെ ഭാഗം വേറെ വാങ്ങണം, ഇത് വേറെ വാങ്ങണം. ഇവിടെ ഈ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ വണ്ടികളും അതേപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതുപോലെയുള്ള ക്രെയിനുകൾ, പിന്നെ ഇതൊക്കെ ഓരോരോ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വണ്ടികളും പിന്നെ അതേപോലെ തന്നെ വണ്ടിയിൽ ഘടിപ്പിക്കാവുന്ന ഓരോരോ ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാം. ഈ ചെറിയ നമ്മുടെ JCB പോലത്തെ ചെറിയ മണ്ണുമാന്തി യന്ത്രം മുതൽ വലിയ മണ്ണുമാന്തി യന്ത്രം, മണ്ണുമാന്തി ആയിരിക്കുമല്ലേ ഇത്, യെസ്, അതുപോലത്തെ വലിയ സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട്. ഇവര് ഈ കാര്യത്തിൽ എന്തോ ഒരു ഇൻഡസ്ട്രികളാണ് അല്ലേ ഇവിടെ ഉള്ളത്. ഇൻഡസ്ട്രികളെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ചൈന എന്ന് പറയുന്നത്. ഇങ്ങനെ വാഹനങ്ങൾക്ക് ഇടയിലൂടെ ഞാനിങ്ങനെ നടന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വട്ടായി. ഓരോരോ വണ്ടികൾ ഓരോ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടികളും മെഷീനറികളും ഒക്കെ കണ്ടിട്ടേ ഭ്രാന്ത് പിടിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക്.